ജഗദീഷ് കുമാർ. ജഗദീഷ് എന്താണെന്നറിയോ? ജഗദീഷ് കുമാർ എന്നാണ് ജഗദീഷിന്റെ പൂർണ്ണമായിട്ടുള്ള പേര്. ജഗദീഷ് നമ്മുടെ എല്ലാം മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നടനാണ് അല്ലെ. ഒരുപാട് ചിത്രങ്ങളിൽ അദ്ദേഹം നമ്മളെ ചിരിപ്പിച്ചിട്ടുണ്ട്. എത്ര ചിത്രങ്ങളാ അദ്ദേഹത്തിന്റെ എന്ന് അറിയാമോ? ഒരുപാട് ചിത്രങ്ങളിൽ അദ്ദേഹം നായകനായിട്ടുണ്ട്. 50ലധികം ചിത്രങ്ങളിൽ അദ്ദേഹം നായകനായിട്ടുണ്ട്. അദ്ദേഹം 400ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. മമ്മൂട്ടിയുടെ കൂടെയും മോഹൻലാലിന്റെ കൂടെയും അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുള്ള നടനമാണ് ജഗദീഷ്. അപ്പുക്കുട്ടൻ, ഇൻ ഹരിഹർ നഗറിലെ അപ്പുക്കുട്ടൻ ആരെങ്കിലും മറക്കുമോ? ഇല്ല. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജഗദീഷ് ഈ അടുത്ത ദിവസങ്ങളായിട്ട് മമ്മൂട്ടിയെയും മോഹൻലാലിനെയും കുറിച്ച് പറഞ്ഞ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. അതായത് മമ്മൂട്ടിക്ക് ഒരുപാട് പാട്ടുകളെ കുറിച്ച് നല്ല അറിവുണ്ടെന്നാണ്. പഴയ പാട്ടുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ സംഗീതം ആരാണ്, എഴുതിയതാരാണ്, അത് പാടിയതാരാണ്, ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മമ്മൂട്ടിയുടെ ഉള്ളിൽ നിറഞ്ഞു കിടക്കുകയാണ്. ഏത് ചിത്രം എടുത്താലും മമ്മൂട്ടി അത് കാണാ പടം പോലെ പറയും. പക്ഷേ മോഹൻലാൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ മോഹൻലാലിന് അറിവില്ലായിരിക്കാം. പക്ഷെ മോഹൻലാൽ അതും അതിമനോഹരമായിട്ട് പാടുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യം ഒന്ന് കേൾക്കാം നമുക്ക്. ആദ്യം മമ്മൂട്ടിയെ കുറിച്ച് പറഞ്ഞൊന്ന് കേൾക്കാം. പഴയ പാട്ടുകളൊക്കെ മമ്മൂക്കയ്ക്ക് അസാധ്യ നോളജാണ്. കണ്ടില്ലേ? അതിമനോഹരമായിട്ടാണ് ജഗദീഷ് ആ കാര്യം പറയുന്നത്. മമ്മൂട്ടിക്ക് പാട്ടുകളെ കുറിച്ച് നല്ല നോളജ് ഉണ്ട്. കാര്യമായിട്ട് അദ്ദേഹം പാട്ടുകളൊന്നും പാടാൻ ശ്രമിക്കാറില്ലെങ്കിലും പഴയ പാട്ടുകളെ കുറിച്ച് എഴുതിയതാരാണെന്നും സംഗീതം കൊടുത്തതാരാണെന്നും പാടിയതാരാണെന്നൊക്കെ കൃത്യമായിട്ട് മമ്മൂക്ക ഓർത്തു വയ്ക്കുകയും പറയുകയും ചെയ്യാറുണ്ടെന്നാണ് ജഗദീഷ് ഇവിടെ പറയുന്നത്. പക്ഷെ മോഹൻലാലിനെ കുറിച്ച് ഒരു കാര്യം പറയുന്നുണ്ട്, അന്ന് കേട്ടു നോക്ക്. പഴയ ഗാനങ്ങൾ ഇന്ന് പാടാൻ മോഹൻലാൽ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ സ്റ്റേജ് ഷോസിൽ പഴയ ഗാനങ്ങൾ പുള്ളി പഠിച്ചു പാടുന്നുണ്ട്. കണ്ടില്ലേ? പഴയ പാട്ടുകളൊക്കെ സുന്ദരമായിട്ട് മോഹൻലാൽ ഇന്ന് സ്റ്റേജ് ഷോകളിലൊക്കെ പാടുന്നുണ്ട്. പക്ഷേ മമ്മൂട്ടിയുടെ അത്രം പഴയ പാട്ടുകളെ കുറിച്ചുള്ള കാര്യമായിട്ടുള്ള അറിവുകൾ മോഹൻലാൽ പ്രകടമാക്കാറില്ല എന്നാണ് ജഗദീഷ് ഇവിടെ പറയുന്നത്. പിന്നെ അദ്ദേഹം ഇവർ രണ്ടുപേരെയും പറ്റി സൂചിപ്പിച്ച ഒരു കാര്യം കൂടി ഉണ്ട്. ഇപ്പൊ രാഷ്ട്രീയമായിട്ടുള്ളൊരു ചർച്ചകൾ എടുത്തു കഴിഞ്ഞാൽ മമ്മൂക്ക അതിനെക്കുറിച്ച് വളരെ കാര്യമായ രീതിയിൽ ആഴത്തിലൊക്കെ സ്പർശിക്കുന്ന തരത്തിൽ ഇപ്പൊ ഇന്ന് നടക്കുന്ന ഒരു രാഷ്ട്രീയ ചർച്ചയെക്കുറിച്ച് ചോദിച്ചാലും മമ്മൂക്ക അതിന് കൃത്യമായ രീതിയിൽ ഉത്തരങ്ങൾ അദ്ദേഹത്തിന്റെ സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ സ്വന്തം ചിന്തകളിൽ നിന്നൊക്കെ എടുത്ത് കൃത്യമായ രീതിയിൽ അവതരിപ്പിക്കും. പക്ഷേ ലാലേട്ടൻ അങ്ങനെയല്ല. ലാലേട്ടനോട് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് അതിനുള്ള ഉത്തരം ഇപ്പൊ പറഞ്ഞു തരും. ജഗദീഷ് പറയുന്നുണ്ട്. ാണെങ്കിൽ അതിനെക്കുറിച്ച് ഒരു പെട്ടെന്ന് അങ്ങ് ആ ചർച്ച അവസാനിപ്പിക്കും. അതൊക്കെ അങ്ങനെ ഭവിക്കുന്നല്ലേ, എന്താണ് അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല, അതൊക്കെ അങ്ങനെ നമ്മൾ തീരുമാനിക്കുന്ന പോലെ അല്ലല്ലോ, ഭവിക്കുന്നതല്ലേ എന്ന് പറഞ്ഞ് മോഹൻലാൽ അങ്ങനെ അത്രയും ഒരു ലാഘവ ബുദ്ധിയോടെ ആയിരിക്കും ചിലപ്പോൾ കൈകാര്യം ചെയ്യുക. കേട്ടില്ലേ? അദ്ദേഹം പറഞ്ഞത് കേട്ടില്ലേ? കാരണം മമ്മൂക്ക അത്രയേറെ കൃത്യമായ രീതിയിൽ ആ രാഷ്ട്രീയ ചർച്ചകളെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ ആ തരത്തിലൊക്കെ മറുപടി പറയുമെങ്കിലും മോഹൻലാൽ അത്രമായ രീതിയിൽ അതിനെക്കുറിച്ച് അങ്ങനെ കാര്യമായ രീതിയിൽ അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ സമയം ചെലവഴിക്കാനായിട്ട് അദ്ദേഹം താല്പര്യം കാണിക്കാറില്ല എന്നാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞത്. ഇനി അഭിനയത്തിന്റെ കാര്യം കൂടി പറയുന്നുണ്ട്. അഭിനയത്തിന്റെ കാര്യം പറഞ്ഞപ്പം ലാലേട്ടനെ കുറിച്ച് അതിപ്രധാനമായിട്ടുള്ളൊരു കാര്യം ജഗദീഷ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സൂപ്പർ സംഭവമാണ്. ഇത് കേട്ട് നോക്കും. നമ്മുടെ ലാലേട്ടനെ കുറിച്ച് പറഞ്ഞ അതിപ്രധാനമായിട്ടുള്ള കാര്യമാണ്. ഇത് കേട്ട് നോക്കിക്കോ. ആക്ടിങ്ങിലും ഒക്കെ തന്നെ വേറൊരു സംഭവമാണ്. അപ്പം പിന്നെ മോഹൻലാല് ഒരു ഷോട്ടിൽ അഭിനയിക്കുന്നതിന് മുമ്പ് ഭയങ്കര ഒരു തമാശ പറഞ്ഞിട്ട് നിൽക്കുകയാണെങ്കിൽ പോലും അടുത്ത ഷോട്ടിൽ പെട്ടെന്ന് കരയുണ്ടാണെങ്കിൽ പെട്ടെന്ന് ആ സെക്കൻഡിനുള്ളിൽ ആ ട്രാൻസിഷൻ മോഹൻലാൽ കൊണ്ടുവരും. കേട്ടില്ലേ? അതിപ്രധാനമായിട്ടുള്ള സംഭവം ഞാൻ സൂചിപ്പിച്ചെന്നാന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? മോഹൻലാൽ ഇപ്പൊ ഒരു സെറ്റിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഫോൺ വിളിച്ചൊക്കെ നിൽക്കുകയാണെങ്കിലും അല്ലെങ്കിൽ എവിടെയെങ്കിലും സംസാരിച്ച് നിൽക്കുകയാണെങ്കിലും ചെയ്യേണ്ട സീൻ ചെയ്യേണ്ട സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ ആ ക്യാരക്ടറിലേക്ക് പെട്ടെന്ന് ആവാഹിച്ച പോലെ അങ്ങോട്ട് കടന്നു വരാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്താൻ കരുത്തുള്ള നടനാണ് മോഹൻലാൽ എന്നാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചത്. അതായത് പെട്ടെന്ന് തന്നെ ഒരു ക്യാരക്ടർ എടുത്തു കഴിഞ്ഞാൽ ക്യാരക്ടർ ഒരു 5 മിനിറ്റിനുള്ളിൽ അദ്ദേഹം വീണ്ടും ആ ക്യാരക്ടറിലേക്ക് തന്നെ തിരിച്ചു വരും, വേറെ എന്തൊക്കെ പ്രശ്നങ്ങളിൽ ഇടപെട്ടാലും. അതാണ് ലാലേട്ടന്റെ കഴിവ് എന്നാണ് ജഗദീഷ് ഇവിടെ സൂചിപ്പിച്ചത്. ഇനി മമ്മൂക്കയുടെ അഭിനയത്തിന്റെ കാര്യം ജഗദീഷ് ഇവിടെ പറയുന്നുണ്ട്, നമുക്ക് കേട്ടു നോക്കാം. മമ്മൂക്കാണെങ്കിൽ ശരി, ആ സീനിന് മുമ്പ് ഒരു ചെറിയൊരു സ്റ്റഡി പോലെ നടത്തിയിട്ട് ആ ഷോട്ടിനെ ഒന്ന് ആലോചിച്ച് ആ ക്യാരക്ടർ വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഫോമിലാക്കിയിട്ട് ആ പെർഫോമൻസിലേക്ക് കയറും. കേട്ടില്ലേ? രണ്ടുപേരുടെ അഭിനയത്തിന്റെ പ്രത്യേകതകൾ ജഗദീഷ് പറഞ്ഞിട്ടുണ്ട്. മമ്മൂക്കയാണെങ്കിൽ കുറച്ചും കൂടി അതിനൊന്ന് കാര്യമായ രീതിയിലൊന്ന് പരിശോധിച്ച് ആ കഥാപാത്രത്തെ കൃത്യമായ രീതിയിലൊന്ന് അഭിനയിച്ച് ഫോം ആക്കിയതിന് ശേഷമാണ് ആ സീനിലേക്ക് കടന്നു വരുന്നതെന്നാണ് ജഗദീഷ് ഇവിടെ പറഞ്ഞത്. ജഗദീഷ് ഇവിടെ ലാലേട്ടന്റെയും മമ്മൂക്കയുടെയും പ്രത്യേകതകളൊക്കെ ഇങ്ങനെ സൂചിപ്പിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഒരു കാര്യം കൂടി ജഗദീഷ് എടുത്ത് സൂചിപ്പിക്കേണ്ടത്, അതൊന്ന് കേട്ടു നോക്കിയേ. ഇത് ആരുടെയാണ് ശരി ആരുടെയാണ് തെറ്റെന്ന് പറയാൻ പറ്റില്ല. മോഹൻലാലിന്റെ സമീപനമാണോ മമ്മൂക്കയുടെ സമീപനമാണോ ശരിയെന്ന് വെച്ചിരുന്നാൽ രണ്ടുപേരും അവരവരുടേതായിട്ടുള്ള രീതിയിൽ ചിന്തിക്കുന്നു.
അപ്പൊ ജഗദീഷ് പറഞ്ഞ കാര്യം കേട്ടില്ലേ? അവര് രണ്ടുപേരുടേതായ സ്വന്തം രീതികളിൽ അവർ ചിന്തിക്കുന്നു, അവർ അഭിപ്രായം പറയുന്നു, അവർ മുന്നോട്ട് നടക്കുന്നു. അവരങ്ങനെ മലയാള സിനിമയുടെ മാണിക്യങ്ങളായി നിറഞ്ഞു നിൽക്കുന്ന രണ്ട് നടന്മാരാണ്. ഇനി അവർ വേറൊന്നും തെളിയിക്കേണ്ടതായിട്ടില്ല, അഭിനയത്തിന്റെ കാര്യത്തിൽ ഒന്നും തെളിയിക്കേണ്ടതായിട്ടില്ല. അത്രയേറെ തെളിയിച്ചു കഴിഞ്ഞു. ഒരുപാട് ചിത്രങ്ങളിൽ മികവുള്ള വേഷങ്ങളിലൂടെ നമ്മളെ ഞെട്ടിപ്പിച്ച രണ്ട് സൂര്യന്മാരാണ് മമ്മൂട്ടിയും മോഹൻലാലും. അതാണ് ജഗദീഷ് ഇവിടെ സൂചിപ്പിച്ചത്. പിന്നെ ജഗദീഷ് മമ്മൂട്ടിയുടെ കൂടെ അഭിനയിച്ച ചിത്രങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ അടിപൊളിയാണ്. കുട്ടേട്ടൻ, അതുപോലെ കഥ പറയുമ്പോൾ, ഹിറ്റ്ലർ, പിന്നെ കസബ, ആ ചിത്രങ്ങളിലൊക്കെ നല്ല വേഷങ്ങളിൽ ജഗദീഷ് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ മോഹൻലാലിൻ്റെ കൂടെ വന്ദനം, ബട്ടർഫ്ലൈസ്, മാന്ത്രികം, അഭിമന്യു, ഒരുപാട് നല്ല ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരോടും ഓക്കെ, ടാറ്റ, ബൈ ബൈ.